Friends of stone, കല്ലിന്റെ കൂട്ടുകാർ. We learn that a stone has definite shape, size and weight. കല്ലിന് ആകൃതിയും വലുപ്പവും ഭാരമുണ്ടെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. Liquids can be taken only in a vessel. ഏതെങ്കിലും പാത്രത്തിൽ മാത്രമേ ദ്രാവകം എടുക്കാൻ കഴിയുകയുള്ളൂ. But what about stone, a piece of wood, etc.? എന്നാൽ കല്ല്, മരക്കഷ്ണം മുതലായവ എടുക്കുന്നതിനോ? What is the difference between water and a stone? എന്താണ് ജലവും കല്ലും തമ്മിലുള്ള വ്യത്യാസം? Stone, piece of wood, etc. are solids. കല്ല്, മരക്കഷ്ണം തുടങ്ങിയവ ഖരവസ്തുക്കളാണ്. Can you name some other solids? മറ്റ് ഖരവസ്തുക്കളുടെ പേരുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Write down the common properties of solids. ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എഴുതുക. What are the properties that differentiate solids from liquids? ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഖരവസ്തുക്കൾക്കുള്ളത്? What similarities do they have? അവ തമ്മിൽ എന്തൊക്കെ സാദൃശ്യങ്ങളുണ്ട്? Write down the similarities and differences. അവ തമ്മിലുള്ള സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും എഴുതുക. Solids ഖരവസ്തുക്കൾ, liquids ദ്രാവക വസ്തുക്കൾ. Have weight ഭാരമുണ്ട്, flow ഒഴുകുന്നു. Features of air, വായുവിൻ്റെ സവിശേഷതകൾ. സുബിൻ ഈസ് വെരി ഹാപ്പി ടുഡേ. സുബിൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. He is waiting to show the balloon boat that he made to his friends. അവൻ നിർമ്മിച്ച ബലൂൺ ബോട്ട് കൂട്ടുകാരെ കാണിക്കാൻ കാത്തിരിക്കുകയാണ്. Oh, a balloon boat that moves in the water. വെള്ളത്തിലോടുന്ന ബലൂൺ ബോട്ട്. Hi. His friends became happy. അവൻ്റെ കൂട്ടുകാർക്ക് സന്തോഷമായി. അമൽ, സുബിൻ, how did you make this? അമൽ, സുബിൻ, ഇത് എങ്ങനെയാണ് നീ ഉണ്ടാക്കിയത്? സുബിൻ, take the lid of a soap case. ഒരു സോപ്പ് പെട്ടിയുടെ അടപ്പെടുക്കുക. Make a hole on one of its sides. അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ദ്വാരമുണ്ടാക്കും. Now take a straw and tie a balloon to its end. അങ്ങനെ ഒരു സ്ട്രോ എടുക്കുക, അത് ബലൂണിൻ്റെ അറ്റത്ത് ബന്ധിപ്പിക്കുക. Take the other end of the straw out through the soap case hole as shown in the picture. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ട്രോയുടെ മറ്റേ അറ്റം സോപ്പെട്ടിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടത്തിവിടുക. Now blow air through the straw and fill the balloon with air. അങ്ങനെ സ്ട്രോയിലൂടെ വായു ഊതി ബലൂൺ വീർപ്പിക്കുക. Press the mouth of the balloon with the fingers, not letting the air to go out. ബലൂണിന്റെ വായുഭാഗം വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിക്കുക, വായു പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. Place the soap case in a flat container with water. വെള്ളമുള്ള പരന്ന ഒരു പാത്രത്തിൽ സോപ്പ് പെട്ടി വെക്കുക. Immerse the tip of the straw in a water and slowly release the fingers. എന്നിട്ട് സ്ട്രോയുടെ അറ്റം വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയും അങ്ങനെ സാവകാശത്തിൽ വിരലുകൾ വിടുകയും ചെയ്യുക. Now you can see the balloon boat leaping ahead. ഇപ്പോൾ നിങ്ങൾക്ക് ബലൂൺ ബോട്ട് മുന്നോട്ട് കുതിക്കുന്നത് കാണാം. Lina, I shall show you another trick.
ലിന, ഞാൻ നിനക്ക് മറ്റൊരു സൂത്രം കാണിച്ചു തരാം. ഹിയർ ഈസ് എ ബലൂൺ റോക്കറ്റ്. ഇതാണ് ബലൂൺ റോക്കറ്റ്. ഡു യു വാണ്ട് ടു നോ ഹൗ ഇറ്റ് ഈസ് മേഡ്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിനക്ക് അറിയണ്ടേ? പാസ് എ ലോങ് ത്രെഡ് ത്രൂ എ സ്ട്രോ പീസ്. ഒരു സ്ട്രോ കഷ്ണത്തിലൂടെ നീളമുള്ള നൂൽ കടത്തുക. ടൈ ബോത്ത് എൻഡ്സ് ഓഫ് ദ ത്രെഡ് ടൈറ്റ്ലി ടു പോൾസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണുന്നതുപോലെ നൂലിന്റെ രണ്ടറ്റവും വലിച്ചു കെട്ടുക. ബ്ലോ എയർ ഇൻ ടു ദ ബിഗ് ബലൂൺ ആൻഡ് ഫിക്സ് ഇറ്റ്സ് മിഡിൽ പാർട്ട് ടു ദ സ്ട്രോ യൂസിങ് സെല്ലോ ടാപ്പ്. വലിയ ഒരു ബലൂൺ വീർപ്പിച്ച് അതിന്റെ മധ്യഭാഗം സെല്ലോ ടേപ്പ് കൊണ്ട് സ്ട്രോയിൽ ഒട്ടിക്കുക. ബ്രിങ് ദ ബലൂൺ ടു ദ ലോവർ എൻഡ് ഓഫ് ദ ത്രെഡ്. നൂലിന്റെ താഴ്ന്ന ഭാഗത്തേക്ക് ബലൂൺ കൊണ്ടുവരിക. ആൻഡ് റിലീസ് ഇറ്റ്. എന്നിട്ടത് വിടുക. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ ബലൂൺ മൂവ്? ഏത് ഭാഗത്തേക്കാണ് ബലൂൺ നീങ്ങുന്നത്? വൈ? എന്തുകൊണ്ട്? ഫ്രാൻസ്, won't you also make a balloon boat and a rocket? കൂട്ടുകാരെ, നിങ്ങളും ബലൂൺ ബോട്ടും റോക്കറ്റും ഉണ്ടാക്കുമല്ലോ. Many shapes, പല ആകൃതികൾ. Take balloon dolls of different size and shape. പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ബലൂൺ പാവകൾ എടുക്കുക. ബ്ലോ എയർ ഇൻ ടു ദം. എന്നിട്ട് അവയിൽ കാറ്റ് നിറക്കുക. ദെൻ റിലീസ് ദ എയർ. എന്നിട്ട് കാറ്റ് തുറന്നു വിടുക. വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കുന്നു? വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? What changes did you observe when air is filled in balloons of different shape? പല ആകൃതിയിലുമുള്ള ബലൂണുകളിൽ വായു നിറച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്? Does air have a definite shape? വായുവിന് നിശ്ചിത ആകൃതിയുണ്ടോ? Note down your findings in the environment diary. നിങ്ങളുടെ കണ്ടെത്തലുകൾ പരിസര പുസ്തകത്തിൽ കുറിക്കൂ. Who is hiding there? ആരാണ് അവിടെ ഒളിച്ചു നിൽക്കുന്നത്? Take 2 glass tumbler. 2 ഗ്ലാസുകൾ എടുക്കൂ. Pack paper bits up to half of each tumbler. ഓരോന്നിൻ്റെയും ഉള്ളിൽ പകുതി വരെ കടലാസ് തുണ്ടുകൾ നന്നായി അമർത്തി വെക്കുക. Fix a flexible straw in the second glass tumbler using a cello tap. രണ്ടാമത്തെ ഗ്ലാസ്സിനകത്ത് വളയുന്ന ഒരു സ്ട്രോ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുക. Now immerse both glass tumblers upside down in a water in a bucket. അങ്ങനെ 2 ഗ്ലാസുകളും ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി നോക്കൂ. What goes out from the second glass tumbler? രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താണ്? Now examine the paper in both glass tumbler. ഇനി 2 ഗ്ലാസ്സിനകത്തെയും കടലാസ് പരിശോധിക്കൂ. Prepare the record of the experiment. നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിന്റെ കുറിപ്പ് തയ്യാറാക്കൂ. Lina's record of experiment. ലിനയുടെ പരീക്ഷണക്കുറിപ്പ്. Wet and dry. നനഞ്ഞും നനയാതെ. Aim to find out whether air occupies space. ലക്ഷ്യം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നത്. Materials: bucket full of water. വെള്ളം നിറച്ച ബക്കറ്റ്. 2 glass tumblers. 2 ഗ്ലാസുകൾ.
flexible straw, വളയുന്ന straw, paper, കടലാസ്, cellotape. Procedure. പ്രവർത്തനക്രമം. Filled 3/4 of a bucket with water. മുക്കാൽ ഭാഗം വെള്ളം നിറച്ച ബക്കറ്റ്. Packed paper up to half of each glass tumbler. 2 ഗ്ലാസുകളിൽ ഓരോന്നിൻ്റെയും പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെച്ചു. The flexible straw was fixed into the second glass tumbler in such a way that the shorter part of the straw is inside the glass tumbler. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വളയുന്ന ഒരു സ്ട്രോയുടെ നീളം കുറഞ്ഞ ഭാഗം അകത്തേക്ക് വരത്തക്ക വിധം സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു. Both tumblers were immersed upside down into the water in the bucket. 2 ഗ്ലാസുകളും കുത്തനെ കമഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി. ഒബ്സർവേഷൻ, നിരീക്ഷണം. While immersing the 2 glass tumblers into the water, 2 ഗ്ലാസുകളും വെള്ളത്തിൽ താഴ്ത്തുന്ന സമയത്ത് more force had to be applied on the glass tumbler without straw attached to it. straw അറ്റാച്ച് ചെയ്യാത്ത ഗ്ലാസ് ടംബ്ലർ താഴ്ത്താൻ കൂടുതൽ ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. Only a little water entered the glass tumbler. ഗ്ലാസിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ കയറിയുള്ളൂ. Air bubbles could be seen passing out through the straw in the other glass tumbler. രണ്ടാമത്തെ ഗ്ലാസിന്റെ സ്ട്രോയിൽ കൂടി വായുകുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. Hence, more water entered the glass tumbler. അതുകൊണ്ട് ഗ്ലാസിനകത്തേക്ക് കൂടുതൽ വെള്ളം കയറി. When the paper in the first glass tumbler was taken out, it was not seen wet. ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്ന് കടലാസ് പുറത്തെടുത്തപ്പോൾ അത് നനഞ്ഞിട്ടില്ല. The paper in the second glass tumbler was wet. രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസ് നനഞ്ഞിരുന്നു. Inference, നിഗമനം. Did you record your inference? നിങ്ങൾ നിങ്ങളുടെ നിഗമനം രേഖപ്പെടുത്തിയല്ലോ. Sensing the smell, മണം അനുഭവിക്കുമ്പോൾ. We come to know that jasmine flowers have bloomed, or a perfume bottle has been opened even from a distance. ഒരു മുല്ലപ്പൂ വിരിയുന്നതും അല്ലെങ്കിൽ ഒരു സെന്റ് കുപ്പി തുറക്കുന്നതും വളരെ ദൂരത്തു നിന്ന് പോലും നമ്മൾ അറിയാനിടയാകുന്നു. How does this happen? ഇത് എങ്ങനെ സംഭവിക്കുന്നു? Let us try out. നമുക്ക് പരിശ്രമിച്ചു നോക്കാം. Collect the smoke of an incense stick in a glass tumbler and cover it with cardboard. ചന്ദനത്തിരിയുടെ പുക ഒരു ഗ്ലാസ്സിലേക്ക് ശേഖരിച്ച് കാർഡ്ബോർഡ് കൊണ്ട് അടച്ചു വെക്കൂ. The smoke comes up when the cardboard is removed. കാർഡ്ബോർഡ് നീക്കുമ്പോൾ
പുക മുകളിലേക്ക് ഉയരുന്നു. Do you sense the fragrance of the incense stick? ചന്ദനത്തിരിയുടെ പരിമളം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? This is because the fragrance of the incense stick mixes with the air and spreads all around. ഇതിന് കാരണം ചന്ദനത്തിരിയുടെ പരിമളം വായുമായി ഇടകലരുകയും അങ്ങനെ അത് ചുറ്റും വ്യാപിക്കുകയും ചെയ്യുന്നു. I too have weight. എനിക്കും ഭാരമുണ്ട്. Hang a big balloon on one end and a paper cup on the other end of a long stick. നീളമുള്ള ഒരു വടിയുടെ ഒരറ്റത്ത് വലിയ ഒരു ബലൂണും മറ്റേ അറ്റത്ത് ഒരു കടലാസ് കപ്പും തൂക്കിയിടുക. Now tie a thread in the middle of the stick and hang it like a balance as shown in the picture. വടിയുടെ മധ്യത്ത് ഒരു നൂൽ കെട്ടി ത്രാസ് പോലെ തൂക്കിയിടുക, ചിത്രത്തിൽ കാണിച്ചതുപോലെ. Put pea seeds in the paper cup to balance the weight. കടലാസ് കപ്പിൽ പയർമണികളിട്ട് ഭാരം തുല്യമാക്കും. Now blow air into the balloon. ഇനി ബലൂൺ ഊതി വീർപ്പിക്കൂ. What happens to the balance? ഇപ്പോൾ ത്രാസിന് എന്ത് സംഭവിക്കുന്നു? Why? എന്താണ് ഇതിന് കാരണം? How many pieces did you put in the cup to balance the weight? എത്ര പയർമണികൾ കപ്പിയിട്ടപ്പോഴാണ് ബലൂൺ ഉയർന്നു വന്ന് ഭാരം തുല്യമായത്? Write down your findings in the environment diary. നിങ്ങളുടെ കണ്ടെത്തലുകൾ പരിസര പുസ്തകത്തിൽ എഴുതൂ. Power of the wind. കാറ്റിന്റെ ശക്തി. Did you see the കാറ്റാടി in Shreya's hand? ശ്രേയയുടെ കയ്യിലെ കാറ്റാടി നിങ്ങൾ കണ്ടില്ലേ? Why does it spin? അത് കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? Discuss with your friends. നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യും. Moving air is wind. Air has power. ഒഴുകുന്ന വായുവാണ് കാറ്റ്. കാറ്റിന് ശക്തിയുണ്ട്. Windmill field. കാറ്റാടിപ്പാടം. Yacht. പായ്ക്കപ്പൽ. Air, water, vapor, etc. are gases. വായു, നീരാവി മുതലായവ വാതകങ്ങളാണ്. What are the properties of gases? വാതകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? Write them down. അവ എഴുതൂ. Gases do not have a definite shape. വാതകത്തിന് നിർണിതമായ ആകൃതിയില്ല. Plasma. Besides solid, liquid and gaseous states, matter has other states also. Plasma is one of them. Fire and lightning are in the plasma state. ഖരം, ദ്രാവകം, വാതകം എന്നിവ കൂടാതെ ദ്രവ്യത്തിനും മറ്റു ചില അവസ്ഥകളും ഉണ്ട്.
അതിലൊന്നാണ് പ്ലാസ്മ. തീ, ഇടിമിന്നൽ എന്നിവ പ്ലാസ്മ അവസ്ഥയിലാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കാം. ഓബ്ജക്ട്സ് വസ്തുക്കൾ, പ്രോപ്പർട്ടീസ് പൊതു സ്വഭാവങ്ങൾ, വെയ്റ്റ് ഭാരം, ഷേപ്പ് ആകൃതി, സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം, സ്റ്റേറ്റ് അവസ്ഥ. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ. വെയ്റ്റ് ഭാരം ഉണ്ട്. ഷേപ്പ് ആകൃതി ഇല്ല. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് അവസ്ഥ ലിക്വിഡ് ദ്രാവകാവസ്ഥയാണ്. സെക്കൻഡ് വൺ ടേബിൾ മേശ. വെയ്റ്റ് ഭാരം ഉണ്ട്. ഷേപ്പ് ആകൃതി ഉണ്ട്. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് അവസ്ഥ സോളിഡ് ഖരം. ദ നെക്സ്റ്റ് വൺ എയർ വായു. വെയ്റ്റ് ഭാരമുണ്ട്. ഷേപ്പ് ആകൃതിയില്ല. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് ഗ്യാസ് വാതകാവസ്ഥ. ദ നെക്സ്റ്റ് വൺ വാട്ടർ വേപ്പർ നീരാവി. വെയ്റ്റ് ഭാരമുണ്ട്. ഷേപ്പ് ആകൃതിയില്ല. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് അവസ്ഥ വാതകം. The next one milk പാല്. വെയ്റ്റ് ഭാരമുണ്ട്. ഷേപ്പ് ആകൃതിയില്ല. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് അവസ്ഥ ലിക്വിഡ് ദ്രാവകാവസ്ഥ. ദ ലാസ്റ്റ് വൺ ഐസ്. വെയ്റ്റ് ഭാരമുണ്ട്. ഷേപ്പ് ആകൃതി ഉണ്ട്. സ്പേസ് ടു എക്സിസ്റ്റ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് സോളിഡ് ഖരാവസ്ഥ. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ്. പട്ടികയിൽ നിന്നും നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എഴുതൂ. Objects around us exist commonly in three states, namely solids, liquids and gases. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.